അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളെ ക്യാപ്റ്റൻ്റെ തന്ത്രങ്ങൾ? എന്തേ നിങ്ങൾ തോച്ചില്ലേ? ക്യാപ്റ്റൻ ഇറങ്ങാതിരുന്നാണ് നിങ്ങൾ തന്ത്രം. അതൊക്കെ തന്ത്രങ്ങളല്ലേ. ഞങ്ങളെ എല്ലാ പ്ലേയേഴ്സിനും ഇറക്കി വിട്ട് ക്യാപ്റ്റൻ ഇറങ്ങിയോല് ഫുള്ള് തല്ലേനും. ധോണി അങ്ങനെ ഇറക്കി വിടുമ്പോ പേടി. എന്ത് പന്ത് അങ്ങനെ ഇറക്കി വിട്ടാ തന്ത്രം. വല്ലാത്ത ആദ്യമുള്ള നിങ്ങൾ ആൾക്കാർ തന്നെയാണ്. എന്താണ് മൂപ്പർക്ക് എന്തോ ഒരു ഫോമിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നിയപ്പോ മൂപ്പർ സ്വയം ബാക്കൊക്കെ പേടിച്ചിട്ടല്ല, ബാക്കിലുള്ള എല്ലാരും കേട്ടി എല്ലാരും ഫുൾ ഫോമ്. പൂരന്റെ കടയൊക്കെ നാല് റണ്ണല്ലേ ഇപ്പൊ എന്നിട്ട് കമന്റേറ്റേഴ്സ് വരെ ചോദിക്കും എങ്ങനെയാ സിക്സ് ഒക്കെ അടിക്കേണ്ടത്. എന്താണ് ഒരു കാര്യമില്ല. 4 റണ്ണിനാണ് ഇപ്പൊ നിങ്ങൾ ജയിച്ചത്. അതന്നെ ഞങ്ങളെ ഗൗതം ഗംഭീർ ഇല്ലാത്തോണ്ട്. ഗംഭീർ ഇല്ലാത്തോണ്ട്. ഗംഭീർ ഉണ്ടെങ്കിൽ റിങ്കുവിനെ 8ാമത് ഇറക്കൂല. ഗംഭീർ ഇറങ്ങുവായി. അതിപ്പോ രമൺദീപും റസലൊക്കെ അടിച്ചു ഞങ്ങളെല്ലാരും മാർക്രമായാലും പൂരനായാലും മാർഷായാലും ഇറങ്ങിയോലും മൊത്തം ഫോം അടിച്ചാണ് തൂഫാൻ. വലിയ വാർത്താനൊന്നും പറയാനില്ല. രഹാനെ വരെ അടിച്ച പിച്ചല്ലേ കാര്യം പറയാനപ്പോ എങ്ങനെ കളിച്ചാൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പറഞ്ഞാൽ അപ്പൊ പിന്നെ അതിലുള്ള ക്യാപ്റ്റനെ കുറിച്ച് നല്ല അങ്ങനെയല്ല ഉള്ള കാര്യം പറയാ. അത് 4 റണ്ണിനല്ല ഇപ്പൊ നിങ്ങൾ ജയിച്ചത്. പറഞ്ഞട്ടോ വിചാരിച്ചു ജയം ജയം തന്നെ. അല്ല ഇനിയിപ്പോ മറ്റേ ചെങ്ങായി എറിയ ഉണ്ടാവോ? മറ്റേ ഇതരെ കയ്യിലിരുന്നു ഒപ്പിട്ടില്ല. ഇപ്പൊ കാണുമ്പോ തന്നെ മൂപ്പരെ തൊടാൻ പറ്റില്ല. എക്കണോമിക് കൂടുതലുണ്ട്. മൂപ്പരെ പറഞ്ഞാടൊന്ന് മനസ്സിലാക്കിയാലേ ഇത് വാശിക്ക് ഇങ്ങനെ ഒപ്പിട്ട് കളിച്ചാലേ അതൊരു ഹരാണ്. അതെ അതെ, ഒരു ഹരാണ്. ഫൈൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടല്. ക്യാപ്റ്റന്റെ ഫുൾ സപ്പോർട്ടാണ്. പന്തൊക്കെ അങ്ങനെയൊക്കെ അല്ലേ സപ്പോർട്ട്. മൂപ്പര് ഇങ്ങനെ കയ്യില് ഇപ്രാവശ്യം തട്ടിയിട്ടൊന്നുമില്ലല്ലോ പിച്ചിലെന്തോ പിച്ചിലൊപ്പിടല പരിപാടി. ഇതൊക്കെ ഒരു ഡിസ്റെസ്പെക്ട് ആണ്. മൊത്തം ഒരു ഡിസ്റെസ്പെക്ടിന്റെ ടീമാണ്. പന്താ എല്ലാരും കണക്കാണ്. എല്ലാപ്പോ എമ്മാരി അടിയാണ് ആ പൂർണ്ണൊക്കെ അടിച്ചത്. അത് ബൗളർമാരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പരിപാടി. എന്ത് അടിയാണ് അങ്ങനെ നിന്നിങ്ങനെ കൈ അടിക്കാനടിക്കാനെ. ശരിയല്ല. സിക്സുകളോട് സിക്സുകൾ. നിങ്ങൾക്ക് ഒരു ഉത്തരവില്ലേനു. ഞങ്ങളെ ഉത്തരം ഞങ്ങൾ ബാക്കി തന്നു. എന്നിട്ട് നിങ്ങൾ 4 റണ്ണിന് അയച്ചേ. അത് വേറെ കാര്യം. ഉത്തരൊക്കെ നല്ല കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഒറ്റ അടിമലാണ്. അതായത് ഒരടിയും കൂടി ഞങ്ങൾ അടിച്ചിരുന്നെങ്കിൽ 20 ഓവർ കഴിഞ്ഞ് ഒരു ഗോളും കൂടി ഇട്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ കൊട്ടക്കണക്ക് ജയിച്ചിട്ടില്ലാന്നാ പറഞ്ഞത്. അടിമ ജയിച്ചിരിക്കണേ. പോയിന്റ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളാണ് പോയിന്റ് ടേബിൾ. അതെ, എന്തായാലും നിങ്ങൾ 27 കോടി വെള്ളത്തിലായത് മറക്കണ്ട. ആന്നല്ല ആ തന്ത്രങ്ങൾ ഞങ്ങൾക്ക് ബാക്കിലുണ്ട്. തന്ത്രം ഇറങ്ങാതെ ബാക്കിൽ വലിയ അതാണ് തന്ത്രം. പിന്നെ അതൊക്കെ ഞങ്ങൾക്കുള്ള വെള്ളറച്ച് കിട്ടിയിട്ട് മൂപ്പര് പറയാണ് കളി കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾക്ക് അടി കിട്ടുമെന്ന് ഫസ്റ്റ് പവർ പ്ലേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അല്ലെങ്കിൽ ഇത് ഉസാറ് സ്കോറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് മാത്രം അടിച്ചാൻ പറ്റുള്ളൂ എന്നാണ്. തിരിച്ചും അതേപോലെ വള്ളർച്ച കിട്ടി. ഒരു 4 റൺസിന് നിങ്ങൾ ഒരു കട്ടപ്പനക്ക് ജയിച്ചാൽ കൂട്ടിയാൽ മതി.